നമ്മളങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പുൽഗ വില്ലേജിലെത്തി. ഇവിടെ നിന്ന് തന്നെയും താഴോട്ട് ഇറങ്ങണം, ട്രക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക്. ചാർജില്ലാത്തതുകൊണ്ട് ഫോൺ സ്വിച്ച് ആകും. പബ്ജിയിലെ വീക്കെൻഡ് മാപ്പ് പോലെ ഉണ്ട്. ഇതില്ലേ, എനിക്ക് തോന്നുന്നു എന്തോ ഗവൺമെൻറ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഇല്ലേ, എസ്റ്റേറ്റ് ബംഗ്ലാവ് അങ്ങനത്തെ എന്തോ, ഇവിടുത്തെ അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ആവുന്നത്. അതെ, വളരെ വൃത്തി ചെയ്തിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് മൂവ്. എന്തൊരു നാടിത്. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പകുതി കാലം പണിയെടുക്കാൻ പറ്റില്ല, നോർമലായിട്ട് നടക്കാൻ പറ്റില്ല. ഫുള്ള് ജാക്കറ്റും കോട്ടൊക്കെ വേണം. ഫുൾ പ്രശ്നമാണ്. എന്തൊരു സാധനം ഇത്. അയ്യോ, ഇതാണ് പ്രോപ്പർ പുൽഗ വില്ലേജ്. പുൽഗ വില്ലേജിൻ്റെ തെരുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും പ്രോപ്പർട്ടി എടുത്താൽ മതിയായിരുന്നു. ശരി, ഗുഡ് നൈറ്റ്. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുന്നു. എനിക്ക് ചെറുതായിട്ട് പനി പിടിച്ചോട്ടോ. കുഴപ്പമില്ല, ഞങ്ങൾ മരുന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ മരുന്ന്, അയ്യോ സോറി, മരുന്ന് പിടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഒരാശ്വാസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്തും വിളിക്കാം. മോര് കറി, സോയാബീൻ, സലാഡാ. എവിടെയും സോയാബീൻ ഉണ്ടാക്കിയത്. സലാഡ് എപ്പോഴും സോയാബീൻ ഉണ്ടാക്കും. ചെറുതായിട്ട് തൊണ്ടയ്ക്ക് ചികിത്സയൊക്കെ പിടിച്ച് പനി പിടിച്ച് അങ്ങനെ നമ്മൾ ബർഷിനി വില്ലേജിനോട് ഒരു യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഗൈസ്. എല്ലാവരും ഇറങ്ങാൻ പാക്ക് ചെയ്തു, സെറ്റായി. എന്തരുത്, ഇനി പോവാം. അയ്യോ മടുത്ത്. ഏതാ എന്താ സാധനം? എനിക്ക് പ്രശ്നപ്പെട്ടില്ല. പേപ്പറിൽ പേരെഴുതി തരാ. പേഴ്സിൽ വെക്കാലോ, കാണാതെ കഴിഞ്ഞാൽ എടുത്ത് നോക്കിയാല് പേരറിയാലോ. അപ്പൊ ശരി, എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ചെയ്യും. ഗുഡ് ബൈ. അവ നമ്മൾ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. പേരും കൊണ്ട് പോവുകയാണ്. ഇതിലാണ് വന്നത്. ദേവേ, മരിച്ചില്ലാന്നേ ഉള്ളൂ. അയ്യോ, മരിക്കാതെ ഇവിടെ എത്തിയാൻ വലിയ കാര്യം. ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. മണികരണത്തി ഗുരുദ്വാരയിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഫുഡ് അടിച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് ഗുരുദ്വാര. നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ലോക്കൽ വെച്ചിന് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്ന് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാനിട്ടിട്ടുണ്ട് കേട്ടോ. ട്രെയിനും കാര്യങ്ങളൊക്കെ. പിന്നെ ഭരിക്കലിരിക്കുക എങ്ങനെ ഫുഡ് വരും. ഗുരുദ്വാരത്തെ ഫുഡാ. ചോറും അമ്പയറും ചപ്പാത്തിയും. ഇതാണ് എന്താല്ലേ, ഇതിൻ്റെ അടിയിൽ മറ്റേ ഹോട്ട് സ്പ്രിങ് ആണ്. ഇവിടെ നല്ല ചൂട്, നല്ല ചൂടുണ്ട്. എക്സിറ്റ്. എക്സ്പീരിയൻസ് ആണ് സാധനം പോലെ. നേച്ചറിന്റെ ഓരോ കളികളെ. ഇതാണ് ഗുരുദ്വാര മാർക്കറ്റ്. ഒരു ലോക്കിട്ട് ആണും പെണ്ണും കപ്പിൾക്ക് ലോക്ക് ഇട്ടിട്ട് ഈ ചാവി പാർവതി കളയും. ഓ, റിഷ്ട ഒരിക്കലും മറ്റേ മുറിഞ്ഞു പോകാണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസം. എന്താല്ലേ നമ്മക്ക് രണ്ടുപേരും. അയ്യേ, ആണ് പെണ്ണ് മാത്രം ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ലോ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇല്ലേ? വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് വേണ്ട. എനിക്ക് വേണ്ടേ? വേണ്ട. ഇതിലൂടെ പോയാ
ബസ് സ്റ്റാൻഡ് എത്തും. ഇതാണ് മണി. ഒരെണ്ണം വാങ്ങിച്ചോ ബസ് വാങ്ങിക്കാം. വാങ്ങിച്ചാ ഇത് ഒരുപാടുണ്ടല്ലോ. ആ ഓക്കെ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങി നിൽക്കരുത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയിരിക്കും. നോർമൽ റേറ്റിനേക്കാൾ ഇരട്ടി റേറ്റ് ഉണ്ടാവില്ല അതിനും. ഒരു പ്രശ്നമാണ്. വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിലേ പട്ടിണി പരിവട്ടം. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു. മണിക്കരൺ ബസ് സ്റ്റാൻഡ്. ഫ്രീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുദ്വാരയിൽ ഫ്രീ റൂം, ഹോട്ട് വാട്ടർ ബാത്തൊക്കെ ഫ്രീ ആണ്. ജയ് ശ്രീ ബർശിനി ടു കുളു മണാലി. മണികരൻ കസോൾ. ആ കസോള് പോകുന്നുണ്ട്. അതാ മണികരൻ കസോൾ ജാരി ബുന്ദർ. അതാ നമുക്കൊരു പട്ടിനെ കൊണ്ട് ട്രാവൽ ചെയ്ത് സുഹേലിന്റെ പരിചയക്കാരാ. സുഹേലിന് എല്ലാവിടെ പോയാലും പരിചയക്കാരുണ്ടാവും. നമ്പർ കൊച്ചു കാണാൻ അത് കസോളിലൊക്കെ വന്നിട്ട് നേരത്തെ പരിചയക്കാരെന്നൊക്കെ പറഞ്ഞ സുഹേലേ കളി വരാ സുഹേലേ, ഇതിൽ നീ പെടും. കസോളെത്തി. അങ്ങനെ കസോളിൽ നിന്ന് ഇനി വണ്ടി ബുക്ക് ചെയ്യണം. ദിസ് ഈസ് കസോൾ ബ്രോ. അവരപ്പോ പട്ടീനെ അവിടെ നിന്ന് കൊണ്ടുവന്നാ ആസാമിന്? ഇവരിപ്പോ വെക്കേഷന് പട്ടീനെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയതാ. ലിവിങ് പോലെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ പട്ടിനൊക്കെ എടുത്തിട്ട് അവർ നടക്കില്ല കേട്ടോ. അതൊക്കെ എഴുതും. സെയിലെടുത്ത് സെയില് ബാഗ് എടുത്ത്. അയ്യോ മടുത്തു ഞാൻ. ഇവിടുന്ന് 7-7:30 എന്തോ ബസ്. ഇപ്പം ഏകദേശം 6:30 കഴിഞ്ഞു. ഇവിടുന്ന് കസോളിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഡൽഹിക്ക് ബസ്. നമ്മൾ കാത്തിരോട് കഴിക്കാൻ വേണം. ഈ നാട്ടിൽ കർച്ചീഫൊന്നും കിട്ടുന്നില്ല കേട്ടാ. മൂക്കോടിക്കാൻ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചു. എത്ര രൂപ? 1 rupees for one kathro. Guys, look മാറി കണ്ടോ guys. അതെ കാത്തിരോള് വരട്ടെ. നമ്മൾ കസോൾ ബസ് സ്റ്റാൻഡിലെത്തി. ഏതാ ബസ്? ഹോളിഡേ അപ്പീൽ അല്ലേ? भाई जल्दी कर लो यार, इतना टाइम नहीं भाई, पीछे बस है यार भाई। अंकल ले जाओ, जिसने लेके जाना बैग जाओ। കംപ്ലൈന്റ് ഉണ്ട്. ഇറന്നിരിക്കാനുള്ള സീറ്റാ. നമ്മൾ ഡൽഹി എത്തിട്ടോ. ഡൽഹി ചായ കുടിക്കാൻ നിർത്തിയാണ്. യെസ്, വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ജയ്പൂർ എത്തിയിരിക്കുന്നു ഗായ്സ്. ഞാൻ പനി ജലദോഷമൊക്കെ ആയിട്ട് സൈഡാണ്. ഡൗൺ വിത്ത് ഫീവർ, ഭയങ്കര തലവേദന. ജയ്പൂരെത്തി ക്യാബിന് വെയിറ്റ് ചെയ്താൽ ക്യാബ് കിട്ടിയിട്ട് റൂം പോയിട്ട് കടന്നു. ഡൽഹിയിൽ നിന്ന് 1 മണിക്ക് കയറിയതാ. ഇപ്പോൾ 8:15. ഭയങ്കര സ്ലോ ആയിരുന്നു ബസ്. വെരി ബാഡ്.